പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത്. എന്തിനാണ് ചൊല്ലിയത്? നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 വൃശ്ചികമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന്. ഒന്നെന്താണ്? ഭഗവത്ഗീതാ ദിനമാണ്. ഡിസംബർ 1-ാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട്, തൻ്റെ മുത്തശ്ശന്മാരെ കണ്ട്, തൻ്റെ പിതാക്കളെ കണ്ട് തേർതടിൽ തളർന്നിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ്, ഔഷധമാണ് ഭഗവത്ഗീത. അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത്. യുദ്ധത്തിൽ മുത്തച്ഛനില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി. അതാണ് ഭഗവത്ഗീത. അതിനാൽ നാളത്തെ ദിനം, ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂർ ഏകാദശി, വൃശ്ചിക മാസത്തിലെ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു. ഏകാദശി വ്രതമെടുക്കുന്നു, ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ്. അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവത്തിലില്ല, മിഥുനത്തിലില്ല, കർക്കിടകത്തിൽ വ്യാഴമുണ്ട്, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ ഗ്രഹങ്ങളില്ല, തുലാത്തിൽ ബുധനാണ്, 8-ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി, ചന്ദ്രൻ. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ 2 ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട്. ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. വ്യാഴത്തിന് വക്രിയുമാണ്. അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളെന്ന വിഷയം. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുന രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളിൽ 2-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, 3-ാം ഭാവത്തിൽ കേതു, 5-ാം ഭാവത്തിൽ ബുധൻ, 6-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും. ഇവിടെ സാമ്പത്തിക വിഷയത്തിൽ നല്ല ചില നയപരമായ മാറ്റങ്ങൾക്കൊക്കെ അവസരം കാണുന്നുണ്ട്. കർമാധിപനായ ഗ്രഹം ഉച്ചസ്ഥനാണ്. കർമ്മമേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ ആകാം. കർമ്മത്തിന് പേരിൽ യാത്ര ചെയ്യേണ്ടുന്ന അവസ്ഥ വരാം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി അവസരങ്ങൾ വരാം. 5-ൽ ബുധനാണ്. സൂക്ഷ്മമായ ബുദ്ധി ഉപയോഗിക്കാം. അത് ജ്യോതിഷിയായാലും മന്ത്രവാദിയായാലും പഠിതാക്കളായാലും അല്ലെങ്കിൽ അധ്യാപകരായാലും തങ്ങളുടെ ലേഖനങ്ങൾ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ എഴുത്തുകൾ, തൻ്റെ പദ്യ ശകലങ്ങൾ, ഗാനശകലങ്ങൾ ഇതൊക്കെ പബ്ലിക്കിൽ കയറി പ്രശസ്തി വരുത്താനൊക്കെ വളരെയധികം അനുകൂലമാണ്. ഗർഭിണികൾ ആദ്യ ഗർഭം ശ്രദ്ധിക്കണം. അലസിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്രകാരം മാസം തികയുന്നതിന് മുമ്പേ പ്രസവിക്കുക, കുട്ടിക്ക് വെയിറ്റ് കുറയുക മുതലായവയൊക്കെ ഈ വാരത്തിൽ സംഭാവ്യമാണ്. അതിന് കരുതലെടുക്കണം മിഥുനം രാശിക്കാർ. പഠന വിഷയത്തിൽ ഞാൻ സമ്മതിച്ചു, ഏറ്റവും നല്ല സമയമാണ്. 5-ൽ ബുധൻ വരുന്നു, എല്ലാം നന്നാകും. ശത്രുദോഷം ധാരാളമായി വരുന്ന വാരമാണെന്നും കൂടി അറിയുക. ഇവിടെ 6-ലാണ് ശുക്രൻ നിൽക്കുന്നത്. സദാ ദാനവേജ്യേ സുധാസിക്ത ശത്രുഹു വേ ശത്രുഗോച്ച ഉത്തമോത്തോ ഭവേദം. അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകും. ധാരാളം ചെലവ് വരും. തപേൻ മന്ത്രത പൂജ്യസൗഖ്യം നദത്തി. മന്ത്രത്തിലൂടെ തനിക്ക് താപം വരും. ഈ വാരം
മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഏകാഗ്രതയിലിരുന്ന് ജപിക്കേണ്ടതാണ് മന്ത്രങ്ങൾ. മനനം ചെയ്ത് ഉരുവിടുന്നതാണ് മന്ത്രം. മന്ത്രവിഷയത്തിൽ പോരായ്മകൾ വരിക, അശ്രദ്ധമായി മന്ത്രങ്ങൾ ജപിക്കുക, അപ്രകാരം താൻ പൂജിക്കേണ്ട ആളുകളെ ബഹുമാനിക്കാതിരിക്കും. അത് പിതാവായാലും മുത്തച്ഛനായാലും ഒരു അധ്യാപകനായാലും ആരാണ് പൂജാർഹർ അവരെ ബഹുമാനിക്കാതിരിക്കുക, നിസ്സാരമായി കാണുക മുതലായ ചിന്തകളൊക്കെ വരും. കാരണം 6-ാം ഭാവത്തിലാണ് സൂര്യനും ചൊവ്വയും നിൽക്കുന്നത്. തനിക്കൊരു പൗരുഷം കൂടുന്ന സമയമാണ്. അപ്പോൾ മറ്റുള്ളവരെ അല്പരായി കാണുന്നൊരു ടെൻഡൻസിയൊക്കെ വരും. ജോലി ഞാൻ പറഞ്ഞു, ദാമ്പത്യം സൂചിപ്പിച്ചു കഴിഞ്ഞു, ധനാധിപൻ ബലവാനാണെന്നറിയുക. അതിനാൽ കർമ്മമേഖലയ്ക്ക് ബുദ്ധിമുട്ടില്ല. തൻ്റെ വ്യക്തിത്വത്തെ അതിനെ പോഷിപ്പിക്കുവാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഇടപെട്ടാൽ വളരെ നല്ലതാണ്. മറ്റുള്ളവരുമായി കലഹിക്കാനോ അവർക്ക് പ്രാധാന്യം കുറച്ച് കാണുകയോ ചെയ്യരുത്. മിഥുനം രാശിക്കാർ സ്നേഹത്തിലൂടെ ദുഃഖം വരും. പലപ്പോഴും മക്കൾക്ക് യാത്രായോഗമുണ്ടാകും. അവരെ പിരിഞ്ഞിരിക്കുമ്പോൾ താൻ മെൻ്റലി മാനസികമായി തകർന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ വരും. തൻ്റെ ദുഃഖം നിയന്ത്രിക്കാൻ പറ്റില്ല. ശകുന്തളത്തിലെ 4-ാം അധ്യായത്തിൽ കാളിദാസൻ പറയുന്നുണ്ട്, ശകുന്തളയെ പറഞ്ഞേക്കുമ്പോൾ ദുഃഖം പൂണ്ട കണ്ണിൻ്റെ അവസ്ഥ അവിടെ കവി പറയുന്നുണ്ട്. ഒരു തപോനിധിയായ ഇത്രക്കടക്കം തപം ചെയ്ത് മനനം ചെയ്ത് മുനിയായ കണ്ണൂർ പോലും തൻ്റെ ശകുന്തളയെ യാത്രയാക്കുമ്പോൾ ഇത്ര ദുഃഖമുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ അച്ഛൻ്റെ ദുഃഖം എന്തായിരിക്കും? യഥാർത്ഥ അച്ഛൻ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പീഡ്യന്തേ ഗൃഹിണ കഥന്നു തനിയാ വിശ്ലേഷ ദുഃഖം. വനവാസിയെ എനിക്ക് ഇപ്രകാരം ദുഃഖമുണ്ടെങ്കിൽ യഥാർത്ഥ പിതാവിൻ്റെ ദുഃഖം. ഈ സമയത്തൊക്കെ വളരെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. താൻ സ്നേഹിച്ചവർ തന്നെ വിട്ടു പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അവർ വിദേശത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. ഈ സമയത്തൊക്കെ വളരെയധികം ക്ലേശങ്ങൾ മാനസികമായി മിഥുന രാശിക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ഭാരമാണ്. നിയന്ത്രിക്കുക, ഇത് മാത്രമേ പറയാനുള്ളൂ. ശത്രുക്കൾ വളരെയധികം കൂടുന്നതാണ്. അതിനാൽ നാളികേരം അടിക്കണം, ശത്രുമുട്ടി ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര കുരുതി ചെയ്ത് ദോഷങ്ങൾ മാറ്റുക. യൂറിനറി ഇൻഫെക്ഷൻ വളരെ ശ്രദ്ധിക്കുക. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. രോഗസ്ഥാനത്ത് ശുക്രൻ ചൊവ്വയോടുകൂടി നിൽക്കുന്നു. സർജറിക്ക് വളരെയധികം സാധ്യതയുള്ള ഭാരമാണ്. ശ്രദ്ധിക്കുക. നമസ്തേ.